സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോൾ യൂട്യൂബിൽ കാണുന്ന ഒരു വീഡിയോ ആണ്. വാട്ട്സ് ഇൻ മൈ ബാഗ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ. ഒരുപാട് സെലിബ്രിറ്റീസ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ അവർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ഹാൻഡ് ബാഗ് അല്ലെങ്കിൽ ബാക്ക് ബാഗ് ആയിരിക്കും. നമ്മളിപ്പോൾ ഡെയിലി ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ബാഗ്, ഡെയിലി യൂസ് ചെയ്യുന്ന ബാഗ് ആയിരിക്കും അവർ നിങ്ങളുടെ മുമ്പിൽ വാട്ട്സ് ഇൻ മൈ ബാഗിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് വാട്ട്സ് ഇൻ മൈ ബാഗ് വീഡിയോയിൽ ഒരു ചെറിയ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഹാൻഡ് ബാഗോ ബാക്ക് ബാഗോ ഒന്നുമല്ല ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒരു 10 വർഷം മുമ്പേ ഞാൻ യൂസ് ചെയ്ത ബാഗിനകത്ത് എന്താണെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം വീഡിയോ നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കാൻ ശ്രമിക്കാം. ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്, എന്നാലും ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഇറങ്ങാം. അപ്പോൾ എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗിനുള്ള വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്ന ബാഗ് എന്ന് പറയുന്നത് ഇതാണ് ആ ബാഗ്. അപ്പോൾ ഒരു ബാഗാണ്. ബാക്ക് ബാഗ് എന്ന് പറയുമ്പോൾ നമ്മളെ എന്താ മോഡേൺ ആയിട്ടുള്ള ബാഗല്ല, നമ്മുടെ സ്കൂൾ ബാഗാണ് ഇത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോക്കറ്റ് ഞാൻ തുറക്കാൻ പോവാണ്. അപ്പോൾ കുറേ രസകരമായ കാഴ്ചകൾ നിങ്ങൾ കാണുന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോക്കറ്റ് തുറന്ന് കാണിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോക്കറ്റ് തുറന്നു. അപ്പോൾ ഇതിനകത്ത് എനിക്ക് കിട്ടിയ സാധനം എന്ന് വെച്ചാൽ ഒരു ടാബ്ലറ്റ് ആണ്. അപ്പോൾ ഈ ടാബ്ലറ്റ് പാരസിറ്റമോൾ ആണ് ഇത്. അപ്പോൾ ഞാൻ നമ്മളിപ്പോൾ 2010 യൂസ് ചെയ്ത ബാഗാണ് ഞാനിത്. ഞാൻ ഡിപ്ലോമ പഠിക്കുന്ന സമയത്ത്, അത് കഴിഞ്ഞ് എൻജിനീയറിങ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് തന്നെ ഇപ്പോൾ 6 വർഷമായി. അപ്പോൾ അത്രയും പഴക്കമുള്ള ഒരു ടാബ്ലറ്റ് പാരസിറ്റമോളാണ്. എപ്പോഴോ പനി വന്നപ്പോൾ കഴിക്കാൻ വേണ്ടി അമ്മ ബാഗിനകത്ത് ഇട്ട് തന്ന ടാബ്ലറ്റാണ്. പക്ഷേ ഇപ്പോഴും ഇതിനകത്ത് 4 എണ്ണം ബാക്കിയുണ്ട്. അങ്ങനെ ഇതാണ് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പോക്കറ്റിൽ കാണാൻ പറ്റിയത്. പിന്നെ എന്താ വെച്ചാൽ കുറേ ചന്ദനക്കുറിയാണ്. അപ്പോൾ പണ്ട് സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയി തൊഴുത് ആ സമയത്ത് കിട്ടിയ ചന്ദനക്കുറി ആയിരിക്കും. കുറേ പൊടിയായിട്ട് ചന്ദനക്കുറിനകത്ത് ഒരുപാടുണ്ട്. ഇന്നും അത് ഈ ബാഗിനകത്ത് ഭദ്രമായിട്ട് കിടക്കുകയാണ്. ഇനി സെക്കൻഡ് പോക്കറ്റ് ഞാൻ തുറന്നു. ഇതിനകത്തും കുറേ ടാബ്ലറ്റ്സ് കാണാം. പിന്നെ നമ്മുടെ +2 മുതൽ ഞാൻ യൂസ് ചെയ്ത കുറച്ച് മാത്സ് ഉണ്ട്, എന്താ ഇതിൻ്റെ പേര് പറയാൻ മറന്നുപോയി. പിന്നെ അത് ഇതിനകത്ത് ഒരു ടാബ്ലറ്റ് ഉണ്ട് ഇതിനകത്തും. ഇതും പാരസെറ്റമോൾ പ്ലസ് വയറുവേദന ഗുളികയാണിത്. അപ്പോൾ ഡോക്ടർ എഴുതി തന്ന അതിൻ്റെ കവറടക്കം 2 നേരം, രാവിലെ 1 രാത്രി 1 എന്നുള്ള ഡോക്ടർ എഴുതി തന്ന കവറടക്കം ഞാൻ ഈ ബാഗിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെന്തോ കുറച്ച് കണക്കിൽ ചെയ്തിട്ടുണ്ട്, എന്താണെന്നറിയില്ല. പണ്ടെന്തെങ്കിലും കണക്ക് കൂട്ടിയപ്പോൾ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ നമ്മൾ എഴുതി വെച്ചതായിരിക്കും. അതിന് തേർഡ് പോക്കറ്റ് തുറക്കാൻ പോവാണ്. തേർഡ് പോക്കറ്റിനകത്ത് കാര്യമായിട്ടൊന്നും കാണുന്നില്ല. ഒരു നമ്മുടെ പ്രൊട്രാക്ടർ, അതിൻ്റെ 2 ഇവിടെ പീസായി പോയിട്ടുണ്ട്. പിന്നെ വീണ്ടും നമ്മുടെ മറ്റേ സാധനം, പിന്നെ ഒരു ഷാർപ്നർ കാണാം. വീണ്ടും ടാബ്ലറ്റ് ആണ്. ഇതും ഗുളികയാണ്. ഇതും പാരസെറ്റമോൾ ആട്ടോ. ഇതെത്ര വട്ടം ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. കുറേ പാരസെറ്റമോൾ കിടക്കുന്നുണ്ട് ബാഗിനകത്ത്. പിന്നെ ഇത് ഒരു ഓയിൻമെൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ചുണ്ടിന് ഇവിടെ ആയിട്ട് ഇങ്ങനെ പൊള്ളി വന്ന് അതിങ്ങനെ പൊട്ടി ഒരു വികൃതമായ രൂപമാവാറുണ്ട്. മിക്ക മന്ത്ലി വരുന്നതാണ്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഓയിൻമെൻ്റാണ് ഇത്. ഇപ്പോഴും ഇതിനകത്ത് കുറച്ച് ബാക്കിയുണ്ടെന്ന് വേണം. ഇനിയാണ് നിങ്ങൾക്ക് കൂടുതൽ കാഴ്ചകൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ കണ്ടോ, ഒരുപാട് ആൻസർ ഷീറ്റാണ് ഇത്. ആൻസർ ഷീറ്റ്, ഓട്ടോഗ്രാഫ്, ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പം ഞാൻ ഓട്ടോഗ്രാഫ് കാണിച്ചു തരാം. ഞാൻ +2 നമ്മുടെ സെൻഡ് ഓഫ് ടൈമിൽ നമ്മൾ ഓട്ടോഗ്രാഫ് എഴുതുന്ന ഒരു പണ്ട് കാലത്ത് ഉണ്ടായി, ഇപ്പോഴും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ പണ്ട് എൻ്റെ +2 പഠിക്കുമ്പോഴുള്ള ഓട്ടോഗ്രാഫാണിത്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നല്ല നല്ല വാക്കുകൾ എഴുതിയിട്ടുണ്ട്. അവരൊക്കെ ഫോൺ നമ്പറുണ്ട്, പക്ഷേ എല്ലാവരുടെയും ലാൻഡ് നമ്പറാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് ഇനി കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അവരെ കിട്ടാൻ ചാൻസ് കുറവാണ്. ഇപ്പോൾ ആരുടെ കയ്യിലും ലാൻഡ് നമ്പർ ഇല്ല.
അപ്പം ഞാനിത് എടുത്തു വെച്ച സമയത്ത് ഞാൻ ഇതിൽ ഒരു നോട്ട് കണ്ടപ്പോൾ ആ കുട്ടിയുടെ നമ്പർ ഉണ്ടല്ലോ മെസ്സേജ് അയച്ചു. പക്ഷെ ആൾ മാറിപ്പോയി, സെയിം പേരാണ്, പക്ഷെ ഡിവിഷൻ വേറെ എന്നാണ് കുട്ടി പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഓട്ടോഗ്രാഫ് ഏറ്റവും വിലപിടിപ്പുള്ള നമ്മുടെ ജീവിതത്തിലെ ഒരു സാധനമല്ലേ ഈ ഓട്ടോഗ്രാഫ്. അപ്പോൾ 10th ഓട്ടോഗ്രാഫും കൂടി ഉണ്ട്, ഏതെങ്കിലും ബാൻഡത്ത് കാണുമായിരിക്കും. ഇത് +2 ഓട്ടോഗ്രാഫാണ്. അടുത്ത് വെച്ചാൽ ഒരു നമ്മുടെ നോട്ട് പറയുമ്പോൾ എന്താ നമ്മളിപ്പോൾ എന്തെങ്കിലും കുറിച്ച് വെക്കുമല്ലോ, അമ്മ അതിലൊരു നോട്ടാണ്. പക്ഷേ ഇതെന്താ വെച്ചാൽ +2 പഠിക്കുന്ന സമയത്ത് ഞാൻ NSS ഉണ്ടായിരുന്നത്, നാഷണൽ സർവീസ് സ്കീമിൽ അംഗമായിരുന്നു ഞാൻ. അപ്പോൾ ആ സമയത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ വെക്കേഷൻ ടൈമിൽ നമുക്ക് ക്യാമ്പ് ഉണ്ടാവില്ല, ആ സമയത്ത് നോട്ട് ചെയ്യുന്ന കുറച്ച് നോട്ട്സ് എന്താ പറയുക, അവിടെ നമ്മുടെ ഒരു ദിവസം എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ഡയറി പോലെ എഴുതാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ട കാഴ്ചകളും ഞാൻ അനുഭവിച്ച അനുഭവങ്ങളും നല്ല ഒരു നല്ല ഒരു ദിവസങ്ങളായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇതിന് ഞാനൊരു പേര് കൊടുത്തിട്ടുണ്ട്. നേർക്കാഴ്ചകൾ എന്ന് പറഞ്ഞാണ് ഞാൻ ഈ നോട്ട് സ്റ്റാർട്ട് ചെയ്തത്. നേർക്കാഴ്ചകൾ എന്ന് പറഞ്ഞ് പേരിട്ടിട്ട് ഞാൻ എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. 12th C-യിലാണ് ഞാൻ ഡിവിഷനിലുണ്ടായത്. അപ്പം ഡിവിഷന് കൊടുത്തിട്ടുണ്ട്. എന്തോ ഒരു അനുഭവം നിന്നുണ്ട് എഴുതിയിട്ടുണ്ട്. ക്യാമ്പ് അനുഭവങ്ങൾ എന്നാണ്. വൈറ്റ് നോട്ട് കൊണ്ട് എഴുതിയോണ്ട് പകുതി ഭാഗം മാഞ്ഞു പോയായിരുന്നു. അപ്പോൾ ക്യാമ്പ് അനുഭവം എന്നിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത് NSS ഗീതം ആയിരിക്കണം ഇത്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു കവിത, ഒരു പാട്ടാണ്. അപ്പോൾ NSS ഗീതമാണിത്. NSS ഗീതം അല്ലയോ, NSS ഗീതം തന്നെ വേറെയും കൊടുത്തിട്ടുണ്ട്. സോറി, തെറ്റ് പറ്റിയത് ക്ഷമിക്കണം. മനസ്സ് നന്നാവട്ടെ എന്നുള്ള ഒരു NSS ഗീതം കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ പ്രാർത്ഥനയായിരിക്കണം. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു ആണ്ട് ഇത് ചൊല്ലാൻ വേണ്ടി. പിന്നെ എന്താ വെച്ചാൽ ഇതിനകത്ത് പിന്നില്ല വെച്ചാൽ കുറച്ച് ഞാൻ എഴുതിയ കുറച്ച് എന്തോ ഒരു കഥയെന്ന് പറയാൻ, കവിത എന്ന് പറയാൻ, കുറച്ച് ആദ്യത്തെ 2 ലൈൻ വായിച്ചു തരാം. ഈ കൊച്ചു കേരളത്തിൽ മനുഷ്യ മനസ്സുകൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് സമാധാനം എന്ന് പറഞ്ഞാണ് ഈ പാരഗ്രാഫ് തുടങ്ങുന്നത്. പക്ഷെ ഞാനിത് മുഴുവനായിട്ട് വായിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ ഓരോ ദിവസത്തെ ക്യാമ്പ് ഡയറി കൂടി ഇതിനകത്ത് എത്തുന്നത്. അപ്പോൾ ഏറ്റവും വിലപ്പെട്ട സാധനമല്ലേ ഇത്. നിങ്ങളുടെ കയ്യിൽ ഇത്രയും പഴക്കമുള്ള നിങ്ങളുടെ ഡയറി ഉണ്ടോ എന്നൊന്ന് തപ്പി നോക്കാം എല്ലാവരും. അപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോവാം നമുക്ക്. ഇനിയാണ് കുറേ ആൻസർ ഷീറ്റ്. അപ്പം ഞാൻ പറഞ്ഞു 2010 ആ ടൈമിൽ ഞാൻ ഡിപ്ലോമ പോളിടെക്നിക്കിലായിരുന്നു. ആ സമയത്തുള്ള ഇൻറ്റേർണൽ എക്സാംസിൻ്റെ ആൻസർ ഷീറ്റാണ്. ഒരെണ്ണം പോലും മിസ്സാവാണ്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പല മാർക്കുമാണ് എല്ലാത്തിലും. ഇത് കുഴപ്പമില്ല. 30ൽ 29 കിട്ടിയ പേപ്പറാണ് ഞാൻ ആദ്യം കാണിച്ചിരുന്നത് നിങ്ങൾക്ക്. പിന്നെ ഇതിലൊരു 33 നേടുന്നുണ്ട്. അങ്ങനെ കുറേ ആൻസർ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട്. ഞാൻ നമ്മളിപ്പോൾ ഡിപ്ലോമ പഠിക്കുന്ന സമയത്ത് 3 വർഷമാണ്. 3 വർഷത്തിലും സെമസ്റ്റർ ആയിട്ടാണ്. 1st, 2nd, 3rd, 4th, 5th, 6th സെമസ്റ്റർ വരെ ഉണ്ട്. ആ എല്ലാ 6th സെമസ്റ്ററിലെ എല്ലാ ഇന്റേണൽ എക്സാംസിൻ്റെയും ആൻസർ ഷീറ്റ് എൻ്റെ കയ്യിൽ ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. അതിൻ്റെ പേപ്പർ ഒരു കവറിലെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് അറിയില്ല. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ എൻജിനീയറിംഗ് കോളേജിലെ കുറച്ച് ആൻസർ ഷീറ്റാണ്. അപ്പോൾ അതും ഇതേപോലെ തന്നെ ലാറ്ററൽ എൻട്രി എഴുതി 3rd സെമസ്റ്ററിലേക്കാണ് ഡയറക്റ്റ് എൻട്രി ഡിപ്ലോമ വേണ്ടതൊക്കെ. അപ്പോൾ ആ 3rd സെമസ്റ്റർ തൊട്ട് 8th സെമസ്റ്റർ വരെയുള്ള എല്ലാ ഇന്റേണൽ എക്സാംസിൻ്റെയും ആൻസർ ഷീറ്റ്. ഇതിനകത്ത് ആൻസർ ഷീറ്റ് മാത്രമല്ല ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്. കാണാൻ പറ്റുമോ അറിയില്ല. ഇത് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ഓരോ ആൻസർ ഷീറ്റിൻ്റെ മുമ്പിലായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്കറിയില്ല, കുറച്ച് പേരുടെ കയ്യിലെങ്കിലും കാണുമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആരുടെയെങ്കിലും കയ്യിൽ നിങ്ങളുടെ കോളേജിൽ ടൈമിലുള്ളതോ സ്കൂൾ ടൈമിലുള്ളതോ ആൻസർ ഷീറ്റ് ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൻ്റെ ഇടയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നമ്മുടെ ഒരു നമ്മൾ ആ സമയത്ത് ഇഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം എഴുതിയ ഒരു ആൻസർ ഷീറ്റും അതിൻ്റെ മാർക്കൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. 50ൽ 49.5 വരെ കിട്ടിയ പേപ്പർ ഉണ്ട് കേട്ടോ. അതിൽ
പഠിക്കും ഇത് പറയാം. പക്ഷെ എനിക്ക് +2 പഠിക്കുന്ന സമയത്ത് മാത്സിൽ ഒരു പ്രാവശ്യം ഇന്റേണൽ എക്സാമിന് ബിഗ് 0 കിട്ടിയിരുന്നു. എന്താ കാര്യം എന്നറിയില്ല. പക്ഷെ നമ്മുടെ ആ സാറ് ആ ടൈമിൽ കറക്റ്റ് സ്റ്റെപ്പ് വന്ന് എന്താ ആൻസറും കൂടി കിട്ടിയാൽ മാത്രമേ മാർക്ക് തരുള്ളൂ. സ്റ്റെപ്പ് മിസ്സായി ആൻസർ ചെയ്താൽ മാർക്ക് കിട്ടില്ല. അങ്ങനെ എനിക്ക് കമ്പനിക്ക് വേറൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നു. പേര് ഞാൻ പറയാൻ വേണമെങ്കിൽ, കുട്ടി എവിടെയെങ്കിലും ഇരുന്ന് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. നിഷിത എന്നാണ് പേര്. അപ്പോൾ ഇപ്പോൾ നേഴ്സാണെന്ന് തോന്നുന്നു. അപ്പോൾ ആള് വീഡിയോ കാണുകയോ ആരെങ്കിലും കണ്ട് ആൾക്ക് പാസ് ചെയ്ത് പോവുകയാണെങ്കിലോ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ആൻസർ ഷീറ്റാണ് ഈ 3rd പോക്കറ്റിൽ എന്ന് പറയുന്നത്. ഇതാണോ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സെമസ്റ്ററിൻ്റെ എന്താ ഇന്റേണൽ എക്സാമിൻ്റെ ആൻസർ ഷീറ്റാണ് ഇതൊക്കെ. അപ്പോൾ ആൻസർ ഷീറ്റ് മാത്രം ഇത്രയും ആൻസർ ഷീറ്റ് ഉണ്ട്. എനിക്ക് അറിഞ്ഞൂടാ ഇതേപോലെ ആരെങ്കിലും കയ്യിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതിനകത്തുനിന്ന് വേറൊരു സാധനം താഴെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഒരു പേഴ്സ്, പൊട്ടിപ്പൊളിഞ്ഞ് പോയ ഒരു പേഴ്സാണിത്. കണ്ടോ, കളറുമില്ല ഒന്നുമില്ല. ഇതിനകത്ത് എന്താ വെച്ചാൽ കുറേ ബില്ല് കാണാം, നോക്കാവും. എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ ഫീസ് അടച്ച ബില്ലാണ് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ വർഷത്തെയും ബസ്സിൻ്റെ ബില്ലടക്കം പിന്നെ ഇത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റായിട്ട് ഫോൺ വാങ്ങിയത് എഞ്ചിനീയറിംഗ് കോളേജിൽ 3rd സെമസ്റ്ററിൽ ഇരിക്കുമ്പോഴാണ്. അപ്പോൾ ആ ഫോൺ വാങ്ങുമ്പോൾ എനിക്ക് കിട്ടിയ ബില്ല് 3700 രൂപ കൊടുത്ത് നോക്കിയ X2 ആണ് ഞാൻ വാങ്ങിയത്. ഞാനല്ല, അച്ഛൻ വാങ്ങി തന്ന എൻ്റെ ഫസ്റ്റ് ഫോണിൻ്റെ ബില്ലാണ്. ഇതടക്കം ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സിനകത്ത് ഇങ്ങനെ കുറച്ച് ബില്ലും പിന്നെ ഒരു ദേവിയുടെ ഒരു നമ്മളിപ്പോൾ പറയാറില്ലേ, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബുക്കിൻ്റെ ഇടയിൽ എന്താ ഇങ്ങനെ മുളച്ച് വരുന്ന ചെടിയില്ലേ, എന്താ അതിൻ്റെ പേര് നമ്മൾ പറയാം, ഇത്തിള അങ്ങനെ എന്തോ, അത് വെച്ചാൽ അതുപോലെ ഇത് വെച്ച ഐശ്വര്യം വരും, എന്താ മാർക്ക് കിട്ടുന്നെല്ലാം പറഞ്ഞാൽ ആരോ പറ്റിച്ചതാണ്. ഫേസിനകത്ത് വെച്ചിട്ടുണ്ടായതാണ്. അപ്പോൾ ഇതിനകത്ത് ബാക്കിലായിട്ട് സർവമംഗളമാക്കില്ലെന്ന് എഴുതിയിട്ട് ഒരു നോട്ടും കൂടി ആ പേഴ്സിനകത്ത് വെച്ചത് ഇപ്പോഴും ഭദ്രമായിട്ടുണ്ട്. പിന്നെ ഒരു ട്രെയിൻ ടിക്കറ്റ്, കാഞ്ഞങ്ങാട് ടു എറണാകുളം ട്രെയിൻ ടിക്കറ്റ് പ്രൊജക്റ്റ് ചെയ്യാൻ പോകുമ്പോൾ യൂസ് ചെയ്തതായിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഈ പേഴ്സിനകത്തുള്ളത്. പിന്നെ ഒരു കാർഡ് കൂടി, നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പം പോകുന്ന സമയത്ത് അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് പലരുടെയും ഇത് കാണാം. എന്താ പലരും നമ്മുടെ സെൻ്ററാണ് നല്ലതെന്ന് വെച്ച് നമുക്ക് കാർഡ് തരുമല്ലോ, അങ്ങനെ ഒരു കാർഡാണിത്. അപ്പോൾ നമ്മുടെ 3rd ഇതിനകത്തുള്ള ഏകദേശം സാധനം തീരാറായി. ഇതേ ഒരു കഥ എൻ്റെ ഫ്രണ്ടിൻ്റെ ആൻസർ ഷീറ്റാണ് ഇത്. അപ്പോൾ അവളന്ന് ആബ്സെൻ്റ് ആയതുകൊണ്ടായിരിക്കും എൻ്റെ കയ്യിൽ വന്നത്. പിന്നെ അത് കൊടുത്തില്ല, ഭദ്രമായി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളുടെ പേര് വീണായസ് നായ എന്നാണ്. അപ്പോൾ ആൾ വീഡിയോ കാണുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ ആദ്യം ഞാൻ ഉണ്ടാക്കിയ ബയോഡാറ്റ 10ൽ ഉണ്ടാക്കിയ ബയോഡാറ്റയാണ്. ജസ്റ്റ് നെയിമും പിന്നെ എന്താ നമ്മളെ കരിയർ ഒബ്ജക്റ്റീവ് കൊടുത്തു, ഒരു ബോക്സിൽ ക്വാളിഫിക്കേഷൻ എഴുതി അഡ്രസ്സ് എഴുതി ഒരു എൻ്റെ ആദ്യത്തെ ബയോഡാറ്റയാണ്. ഇനി നമ്മുടെ അടുത്ത സാധനം എന്ന് പറയുന്നത് ഒരു കവറിനകത്ത് കുറച്ച് ഗ്രീറ്റിംഗ്സ് ആണ്, ഗ്രീറ്റിംഗ് കാർഡ്സാണ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് വിഷ് ചെയ്ത കാർഡ് ഉണ്ട് ഇതിൽ. പിന്നെ എന്താ ന്യൂ ഇയർ കാർഡ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാർഡാണ് ഇത്. ആദ്യം ഏറ്റവും വലിയ കാർഡ്, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കാർഡ്. പിന്നെ ഇതൊരു ന്യൂ ഇയർ കാർഡാണ്. എൻ്റെ +2 ഫ്രണ്ടായ അപർണ അയച്ചു തന്ന ന്യൂ ഇയർ കാർഡ്. നമ്മളിപ്പോൾ +2 കഴിഞ്ഞ ആ സമയത്തുള്ള കാർഡാണ് ഇത്. പിന്നെ ഇത് എൻ്റെ ബർത്ത്ഡേ കാർഡാണ്. ഈ ബർത്ത്ഡേ കാർഡ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ NSSൻ്റെ മെമ്പറായിരുന്നു. ആ സമയത്ത് നമ്മുടെ സെയിം സ്കൂളിലെ ജിതിൻ എവി എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ കൊമേഴ്സ് ബാച്ചായിരുന്നു. ആ കുട്ടി നമ്മുടെ ക്യാമ്പ് വെച്ച് നല്ല ഫ്രണ്ട്ഷിപ്പ് ആവുകയും പിന്നെ എന്താ സ്കൂൾ കഴിഞ്ഞ് നമ്മൾ കോളേജിൽ കുറച്ച് എല്ലാ വർഷവും എൻ്റെ ബർത്ത്ഡേക്ക് അയച്ച കാർഡാണിത്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അയക്കുന്നില്ല എന്നതിൻ്റെ കാരണം അവരോട് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ എൻ്റെ ബർത്ത്ഡേക്ക് ജിതിന് അയച്ച കാർഡാണ്. അപ്പോൾ ജിതിനും
വീഡിയോ കാണുകയാണെങ്കിൽ ജിതിന് വലിയ താങ്ക്സ് കേട്ടോ. ഇന്നും കോണ്ടാക്റ്റ് ഉണ്ട് ജിതിനുമായിട്ട്. അപ്പോൾ ഇതെല്ലാം ജിതിനും ബർണയിലും കൂടി അയച്ച കാർഡ്സാണ്. അപ്പോൾ ഇത് കുറേ വർഷം, ഒരു 10 വർഷമായി കാണും ഈ കാർഡ്സിനെല്ലാം. 6-7 വർഷം +2 കഴിഞ്ഞ് പിന്നെ എന്താ എല്ലാ ബർത്ത്ഡേക്കും അയച്ചു തന്ന കാർഡ്സാണ്. അപ്പോൾ അത് പിന്നെ ഒരു CD ആണ്. ഇതെന്തോ നമ്മളിപ്പോൾ ഇലക്ട്രോണിക് സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ ഇങ്ങനെ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന CD ഇല്ല, അതാണ്. പിന്നെ കുറച്ച് കവറ്. പണ്ട് റെക്കോർഡ് ഇട്ട് കൊണ്ടുപോകാൻ വാങ്ങി വരുന്ന സമയത്തോ സ്കൂളിൽ സൈൻ ചെയ്യാൻ വെച്ച് എടുത്ത് വരുന്ന സമയത്ത് കവറിലിട്ട് കൊണ്ടുവരാണ് പതിവ്. അപ്പോൾ അത് വെച്ച കവറായിരിക്കണം അത്. അപ്പോൾ നമ്മുടെ ഏറ്റവും അവസാനത്തെ പോക്കറ്റ് തുറക്കുകയാണ് നമ്മൾ. ഈ നേരത്തെ എന്താ വെച്ചാൽ എൻ്റെ ഫസ്റ്റ് മൊബൈലിൻ്റെ ബോക്സാണ് ഇന്ന് ഞാൻ കളയാണ്ട് സൂക്ഷിച്ച്. 2011 എനിക്ക് ഫസ്റ്റ് മൊബൈൽ വാങ്ങിയത്. അപ്പോൾ നോക്കിയ എക്സ്ട്രോൻ്റെ ബോക്സ് അടക്കം ഇന്നും എൻ്റെ ബാഗിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കുറച്ച് കാർഡ്, പിന്നെന്താ ഒരു മെമ്മറി കാർഡിൻ്റെ ഇത് കാണാം. പിന്നെ എന്താ വെച്ചാൽ ഈ ഫോൺ വാങ്ങുമ്പോൾ നമുക്ക് ചാർജർ കിട്ടില്ല. ആ ചാർജറാണ് ഇന്നും ഉപയോഗിക്കാതെ സൂക്ഷിച്ച് വെക്കുന്ന ചാർജർ. പണ്ട് ഞാൻ അമ്മക്കും സെയിം ഫോൺ ആയതുകൊണ്ട് അമ്മയുടെ ചാർജറായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും ഈ പുതിയ ചാർജർ പുതിയൊരു പോലെ ഈ ബാഗിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നെക്സ്റ്റ് സാധനം. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ ആധാറിൻ്റെ ബാക്കി ഭാഗം. ഇപ്പം നമ്മുടെ ആധാർ കാർഡ് കിട്ടുമ്പോൾ അത് മാത്രം കട്ട് ചെയ്ത് നമ്മൾ കവറിട്ട് വയ്ക്കുമല്ലോ. ബാക്കിയുള്ള ഭാഗം നമ്മൾ സൂക്ഷിച്ച് വെക്കാനാണ് പതിവ്. ആ ഒരു സാധനമാണിത്. പിന്നെ ഇതിനകത്തുണ്ട് ആൻസർ ഷീറ്റ്. പിന്നെ ഒരുപാട് എന്താ നമ്മളിപ്പോൾ എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ സെമിസ്റ്റർ ആയിട്ട് വാങ്ങാറില്ല. അപ്പോൾ ഇതുപോലെ ഫോട്ടോ സ്റ്റാർട്ട് എടുത്തായിരുന്നു അന്നത്തെ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ബുക്സിൻ്റെ കോപ്പിയാണിത്. പിന്നെ നമ്മുടെ സാധാരണ റെക്കോർഡ്സ് റഫ് റെക്കോർഡ്സും ആണ്. റഫ് റെക്കോർഡ്സ്, പിന്നെ കുറച്ച് നോട്ട്സ് അങ്ങനെയുള്ള. പിന്നെ അസൈൻമെൻറ്റ് കാണാം. നമ്മൾ പേപ്പറിലാണ് അസൈൻമെൻറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു അസൈൻമെൻറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ അസൈൻമെൻറ്റ് പേപ്പറാണിത്. വീണ്ടും ആൻസർ ഷീറ്റാണ്. ഇത്രയും സാധനമാണ് എൻ്റെ ഈ ബാഗിനകത്ത് ഉണ്ടായ സാധനങ്ങൾ. അപ്പോൾ സാധാരണയായി നമ്മൾ വാട്ട്സ്ആപ്പ് മൈ ബാഗ് എന്നുള്ള വീഡിയോ കാണുമ്പോൾ അതിനകത്ത് കുറേ മേക്കപ്പ് സാധനങ്ങളായിരിക്കും, ഫോണായിരിക്കും, പിന്നെ എന്താ ചാർജർ, അങ്ങനെ ഒരുപാട് സാധനങ്ങളായിരിക്കും. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കും ഈ വാട്ട്സ്ആപ്പ് മൈ ബാഗ് എന്നുള്ള വീഡിയോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കമൻറ്റാണ് എന്നോട് പറയാനുള്ളത് അത് ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് നിങ്ങൾ ഇടണേ. അപ്പോൾ എന്തായാലും പഠിക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്ന് വെച്ചാൽ അതും ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.